ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ ബയോ മൈനിംഗ് കരാർ നീട്ടി നൽകും. പൂനെ ആസ്ഥാനമായ കമ്പനിക്കാണ് കരാർ നീട്ടി നൽകാൻ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചത്. കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ അംഗീകരിച്ചാലാണ് കരാർ നീട്ടി നൽകുകയെന്ന് മേയർ പറഞ്ഞു. പ്രതിപക്ഷം കരാർ നീട്ടി നൽകുന്നതിനെ കൗൺസിലിൽ എതിർത്തു. കർശന ഉപാധികളോടെയാണ് ചേലോറ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ ബയോ മൈനിംഗ് കരാർ നീട്ടി നൽകാൻ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചത്. റോയൽ വെസ്റ്റേൺ പ്രൊജക്ട് എന്ന പൂനെ കമ്പനിക്കാണ് കരാർ നീട്ടി നൽകുക. കോർപ്പറേഷൻ മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രമാണ് കരാർ നീട്ടി നൽകുകയെന്ന് മേയർ മുസ്ലിം മഠത്തിൽ വ്യക്തമാക്കി. 3 കോടിയുടെ പെർഫോമൻസ് ഗ്യാരണ്ടി, മെയ് 31-നകം മാലിന്യം നീക്കുക, പ്രവൃത്തി പൂർത്തിയായാൽ മാത്രം തുക അനുവദിക്കുക എന്നിവയാണ് ഉപാധികളെന്ന് മേയർ വ്യക്തമാക്കി. പെർഫോമൻസ് ഗ്യാരണ്ടി ഉൾപ്പെടെ ഈ പറഞ്ഞ പോലെ 31/5/2025 പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശത്തോടുകൂടി അനുമതി നൽകുകയാണ്. അവരുടെ വിഷയത്തിൽ ഈ കംപ്ലീറ്റ് പൂർത്തീകരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് വിദ്യുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. കരാർ നീട്ടി നൽകുന്നതാണ് ഉചിതമെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗവും നിലപാടെടുത്തു. കരാർ നീട്ടി നൽകിയില്ലെങ്കിൽ കമ്പനി കോടതിയിൽ പോയാൽ അത് ദോഷം ചെയ്യുമെന്ന് കണ്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നതെന്നും മേയർ വ്യക്തമാക്കി. എന്നാൽ പ്രതിപക്ഷം കരാർ നീട്ടി നൽകുന്നതിനെ എതിർത്തു. അഴിമതി മൂടിവെക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാഗേഷും തീരുമാനത്തെ എതിർത്തു. ഒരു കാരണവശാലും തെറ്റായ കണക്ക് നൽകി കൂടുതൽ പണം വാങ്ങിയ കമ്പനിക്ക് വീണ്ടും കരാർ നീട്ടി നൽകരുതെന്ന് പ്രതിപക്ഷവും PK രാഗേഷും വ്യക്തമാക്കി. തീരുമാനത്തെ ശക്തമായി എതിർക്കുകയാണെന്ന് N സുകന്യ പറഞ്ഞു. കരാർ കമ്പനിക്കെതിരെ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നും സുകന്യ ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിൽ ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നും അന്വേഷണത്തോട് കോർപ്പറേഷൻ പൂർണ്ണമായും സഹകരിക്കുമെന്നും മേയർ മുസ്ലിം മഠത്തിൽ വ്യക്തമാക്കി. ഓഡിറ്റുമായി ബന്ധപ്പെട്ട കൃത്യമായ മറുപടി കോർപ്പറേഷൻ നൽകും. കൊച്ചി കോർപ്പറേഷൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലും ഇത്തരത്തിൽ ഓഡിറ്റ് പരാമർശങ്ങളുണ്ട്. കുറഞ്ഞ തുകയ്ക്ക് കരാർ നൽകിയത് അഴിമതിയായി എങ്ങനെ കണക്കാക്കാൻ കഴിയുമെന്നും മേയർ ചോദിച്ചു. പദ്ധതി പൂർത്തിയാക്കാൻ കമ്പനി നിലവിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ അപേക്ഷക്കാണ് കർശന ഉപാധികളോടെ അനുമതി നൽകുന്നതെന്നും മേയർ വ്യക്തമാക്കി. കരാർ പാലിക്കാത്ത പക്ഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മേയർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.